നമസ്കാരം. ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ആധാർ കാർഡിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ പാർട്ടിയാണ് BJP സംഘപരിവാറുകൾ. നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അന്ന് ആധാറിനെ തള്ളിപ്പറയുകയും വിമർശന ശരങ്ങളോടെ രംഗത്തിലിറങ്ങുകയും സമരത്തിന് ചുക്കാൻ പിടിച്ചത്. എന്നാൽ കേന്ദ്രത്തിൽ അധികാരം കൈയടക്കി ഇപ്പോൾ 10 വർഷങ്ങൾ കഴിയുമ്പോഴും മോദി സർക്കാർ മറ്റൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോഴും ആധാറിനോട് അന്നും ഇന്നും സ്വീകരിച്ച നിലപാട് എന്താണെന്നുള്ളത് ചർച്ചയാക്കേണ്ട വിഷയം തന്നെയാണ്. 15 കൊല്ലങ്ങൾക്ക് മുമ്പാണ് 2009 അന്നത്തെ UPA സർക്കാർ ആദ്യമായി ആധാർ എന്ന പുതിയ തിരിച്ചറിയൽ രേഖ പരിചയപ്പെടുത്തി തരുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ഇൻഫോസിസിന്റെ സഹസ്ഥാപകനായ നന്ദൻ നിലേക്കണിയും ചേർന്നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി രൂപീകരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിത്തറയുണ്ടാക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ലക്ഷ്യമാക്കിയിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ല, വോട്ടെണ്ണലിൽ കൃത്രിമത്വം കാണിക്കുമെന്ന ഭയാശങ്കകളുമായി സാമൂഹ്യ പ്രവർത്തകർ സർക്കാർ പദ്ധതികൾ യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് കൃത്യമായി എത്തിക്കാൻ ഈ സംവിധാനം സഹായകമാകുമെന്ന പ്രതിരോധമൊക്കെ കോൺഗ്രസ് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അതിനെയെല്ലാം കടത്തിവെട്ടുന്ന തരം പ്രതിഷേധങ്ങളും വിമർശനങ്ങളുമാണ് ഉയർന്നു വന്നത്. രാജ്യവ്യാപകമായി ആധാർ ജനങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറലാണെന്ന വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. ഈ വിമർശനങ്ങൾ ഉന്നയിച്ചതിൽ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഇന്നത്തെ നമ്മുടെ ഇരട്ടമുഖമുള്ള പ്രധാനമന്ത്രിയും BJPയും. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നരേന്ദ്രമോദി അതിശക്തമായ വിമർശനങ്ങളുമായി ആധാറിനെതിരെ രംഗത്തെത്തിയിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് നിൽക്കവേ മോദി ആധാറിനെയും മൻമോഹൻ സിംഗിനെയും കടന്നാക്രമിച്ചിട്ടുണ്ട്. ആശങ്കകൾ അറിയിച്ച് താൻ നിരവധി തവണ മൻമോഹൻ സിംഗിന് കത്തെഴുതിയിരുന്നു എന്നും എന്നാൽ യാതൊരു മറുപടിയും മൻമോഹൻ സിംഗ് നൽകിയിട്ടില്ല എന്നുമായിരുന്നു മോദിയുടെ പ്രചാരണം. അത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നടന്നു കയറാൻ ഒരു വഴിയായി പിന്നീട് മാറുകയും ചെയ്തു. ആധാർ കാർഡ് എടുക്കുന്ന നടപടിക്രമത്തിൽ പങ്കെടുക്കുന്ന മോദി മൻമോഹൻ സിംഗിനെതിരെ മാത്രമല്ല ഇൻഫോസിസ് സ്ഥാപകനും നിലേക്കണ്ണിക്കെതിരെയും മോദി രംഗത്തെത്തിയിരുന്നു. ബാംഗ്ലൂരിൽ ഇൻഫോസിസിന്റെ ഓഫീസിന് മുന്നിൽ നടത്തിയ റാലിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ നിലേക്കണ്ണിയെ മോദി നിശിതമായി വിമർശിച്ചിരുന്നു. രാജ്യത്ത് IT കണ്ടുപിടിച്ചത് തന്നെ തങ്ങളാണെന്ന് കരുതുന്നവർ എന്നെപ്പോലെ സാധാരണക്കാരുമായി സംവദിക്കാറില്ല എന്നായിരുന്നു മോദിയുടെ വിമർശനം. ആ പ്രസംഗം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് 2014 മെയ് 26 മോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അധികാരത്തിലേറി ഒരു മാസം കഴിഞ്ഞ് ജൂലൈ മാസം 1 നരേന്ദ്രമോദി മാസങ്ങൾക്ക് മുമ്പ് പരിഹസിച്ച നിലേക്കണിയെ നേരിട്ട് കാണാനിടയായി. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പലതരത്തിലുള്ള എതിർപ്പുകളിൽ കുരുങ്ങിക്കിടന്ന് ആധാർ പദ്ധതിയെ തിരിച്ചു കൊണ്ടുവരാൻ മോദി തീരുമാനിക്കുന്നത്. ചില ആശങ്കകൾ മോദി അവതരിപ്പിക്കുകയും അത് നിലേക്കണി പരിഹരിച്ചതോടെ UATIAക്ക് നിയമസാധ്യത നൽകുന്ന നിയമനിർമ്മാണത്തിലേക്ക് മോദി സർക്കാർ വീഴുകയായിരുന്നു എന്ന് ആധാർ എ ബയോമെട്രിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യസ് ടോൾ ഡിജിറ്റ് റെവല്യൂഷൻ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതേസമയം സുപ്രീം കോടതിയിൽ ആധാറുമായി ബന്ധപ്പെട്ട ചില വാദങ്ങൾ നടക്കുന്നുമുണ്ട്. ജനക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ ആധാർ വഴി നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യവും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയായിരുന്നു. ആധാർ കാരണം ഇന്ത്യയിലെ ഏതെങ്കിലും പൗരൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് 2013 സെപ്റ്റംബർ 23 കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭരണത്തിൽ വന്നതിന് ശേഷം ആധാറിന്റെ കാര്യത്തിൽ BJP ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഒരു അഭിമുഖത്തിൽ നരേന്ദ്രമോദി ഒരു പ്രസ്താവന അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയുകയുണ്ടായത്. വിശ്വസിച്ചേ തീരൂ, ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചതാണ്, ആ ശക്തി എനിക്ക് വഴികാട്ടുന്നു. ഒരു പാവം സ്വേച്ഛാധിപതിയുടെ അവസാനത്തെ അടവാണ്, സൂക്ഷിക്കണം. ഇത് കൂടിയ ഇനമാണ്, ഹിറ്റ്ലറിനേക്കാളും കൂടിയ ഇനം.